ഹലോ ഫ്രണ്ട്സ്, കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് നമ്മളിന്ന് ചേമ്പിൻ താള് കറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ. അപ്പോൾ ചേമ്പിൻ താള് കറി ഈ മാസത്തിൽ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് എല്ലാവരും വെച്ച് കഴിക്കുക കേട്ടോ. ഈ ഒരു കളറിൽ ചേമ്പിൻ താള് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, കണ്ടിട്ടുള്ളവരും. ഇത് കണ്ടോ, ഞാനിത് ഒന്ന് നന്നായിട്ട് കഴുകാൻ പോവാണ്. അപ്പോൾ ഒരാളെന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ തണ്ടിൻ്റെ മുകളിലുള്ള ശീതൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ. ഇതിന് നിങ്ങൾ എന്താ പറയുക, തൊലി തൊണ്ട് എന്നൊക്കെയാണോ എന്തിട്ടാണോ എന്തെങ്കിലുമൊക്കെ ആയാലും അത് റിമൂവ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മളിത് കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മുടെ ഈ ചേമ്പിൻ തണ്ടിൽ ധാരാളം കാൽസ്യം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. പൊതുവേ കലോറി കുറവാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് കറി വെച്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗൾ നിറച്ച് ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വെച്ച പരിപ്പിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടച്ച് വെച്ച് 2 വിസിലടിക്കണോടം വരെ വേവിക്കണം. ഈ പരിപ്പിന് അത്യാവശ്യം വേവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 2 വിസിലടിപ്പിക്കുന്നത്. അപ്പുറത്ത് കുക്കറിൽ കർക്കിടക കഞ്ഞിയാട്ടോ. ഇനി അരപ്പ് റെഡിയാക്കാം. അരമുറിയിൽ താഴെ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഉള്ളി, 3-4 വെളുത്തുള്ളി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ജീരകം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് പരിപ്പൊക്കെ വെന്തോ നോക്കാം കേട്ടോ. പരിപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് വെള്ളം കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കൂടി ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. ചിലർക്കാണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ തൊണ്ടയിൽ ചൊറിച്ചിലൊക്കെ വരും, അതുകൊണ്ടാണ് കേട്ടോ. പുളിവെള്ളം മസ്റ്റായിട്ട് ഒഴിക്കണേ. രാവിലത്തെ സ്കൂൾ തിരക്കാണ് കേട്ടോ. പിന്നെ അടച്ച് വെച്ച് നല്ല രീതിയിൽ തന്നെ വേവിക്കണം കേട്ടോ. ഈ ചേമ്പിൻ താള് നന്നായിട്ട് വേവണം, അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ വരും കേട്ടോ. ഇപ്പം നമ്മുടെ ചേമ്പിൻ താളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ അരപ്പ് വേവുന്നോടം വരെ ഒന്ന് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്. ഞാൻ മാത്രം ഇങ്ങനെ ഇടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കുറച്ച് എരിവ് വേണമായിരുന്നു കേട്ടോ. പച്ചമുളക് ഇട്ടിട്ട് അധികം എരിവ് കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കളറ് കിട്ടാനും കൂടിയാണ് ഞാനിത് ഇടുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടേക്കണം കേട്ടോ. കുറച്ച് ഇട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇടണം നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്തോട്ട് മാറ്റുവാണേ. ഇത് നമുക്കൊന്ന് കാച്ചി ഒഴിക്കണം. അതിനുവേണ്ടി ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടായി വന്ന ശേഷം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന ശേഷം ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില, 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് കുറച്ച് അധികം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ കറി ഇളക്കിയ തവി കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊന്ന് ഇളക്കണത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കാച്ചി ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഒരു ഓപ്ഷൻ ഓണാക്കി വയ്ക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.